സ്വാതന്ത്ര്യം കോളനിക്കാർ അത് നിർത്തൽ ചെയ്തു കളഞ്ഞു. കാരണം എന്നെ വെച്ച് അവർ കാർ വാങ്ങിച്ചു, പിന്നെ ബൈക്കും വീടൊക്കെ നന്നാക്കി. എല്ലാവരും കുറ്റാടിയിലും കണ്ടായിരുന്ന അഡ്രസ്സ് ഒന്ന് പറയും താമസിച്ചിരുന്നത് മരുതോങ്കര, പിന്നെ പഞ്ചായത്ത് പെരുന്നാക്കരാണോ? പഞ്ചായത്ത് മരുതോങ്കര, താലൂക്ക് കുറ്റ്യാടി അല്ല, അതും എല്ലാം വടകര താലൂക്ക്. ഏകദേശം പ്രോപ്പർ ഒന്നുകൂടെ പോസ്റ്റ് പശുക്കടവും, പിന്നെ വണ്ണാത്തിച്ചിറ ഒരു പോസ്റ്റ് ഓഫീസ് നമ്പർ 673513 പോസ്റ്റ് ഓഫീസിന്റെ നമ്പർ. പിൻകോഡ്. എത്ര ദിവസമായി പുറപ്പെട്ടിട്ട്? അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് 10-22 ദിവസമായി. കാരണം നടന്നിട്ടാണ് ഇവനെ കൊണ്ട് നടന്നിട്ടാണ് എത്തിയത്. ഇവന്റെ പേരെന്താ? ശ്രീമുത്ത്. മെയിലല്ലേ? ആണല്ലേ? പെൺകുട്ടിയാണല്ലേ? ശരി. ഒരു കാമുക ചക്കനുണ്ട് എന്റെ പിന്നാലെ. അവൻ എന്നെ കല്യാണം കഴിക്കാൻ കിട്ടണമെങ്കിൽ മറ്റാരും, കാരണം ഞാൻ ലോക ചാമ്പ്യനാണ്. അപ്പൊ അതുകൊണ്ട് അത് നാട്ടിൽ അന്വേഷിക്കാൻ എല്ലാ അർത്ഥത്തിലും ലോക ചാമ്പ്യനാണ്. അപ്പോൾ എന്നെ കിട്ടാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ചെക്കൻ എന്റെ പിന്നാലെ തന്നെയുണ്ട്. മുഖ്യമന്ത്രി വരെ അറിയും, ആ വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റിനും എല്ലാവർക്കും ആ ചെക്കനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് താല്പര്യം. ഇനി ശബരിമലയ്ക്ക് പോകുന്നത് എന്റെ വീട്ടിലേക്ക്, പന്തളം രാജകൊട്ടാരത്തിലേക്ക്. അവിടെ 6 മാസം പ്രായമെത്തിയപ്പോൾ അവിടെ നിന്ന് മിസ്സായി പോയതാണ്. ഇപ്പൊ നിങ്ങൾ നേരിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ പന്തളത്ത്? ഏട്ടനല്ലാതെ എനിക്ക് മറ്റാരും. ഏട്ടനെ എന്നെയും തമ്മിൽ എന്റെ ഫേസ് കട്ടൊക്കെ വെച്ച് പല വൃത്തികേടുകളും ഈ കല്യാണ ചെക്കന്റെ സുഹൃത്തുക്കളെല്ലാം TV സീരിയലൊക്കെ ആയിട്ട് വളരെ ബന്ധവും അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവര് സിനിമയൊക്കെ ആയിട്ട് പോയിട്ട് ഞാനാണ് ഇന്ന ആൾ അന്ന് മിസ്സായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? എങ്ങനെ? ഇപ്പൊ പോയിട്ട് പന്തളത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് മിസ്സായതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും? അജ്ഞാനം നോക്കും. ഇവിടെ വന്നാലും, ഇവിടെ ക്ഷേത്രത്തിനകത്ത് ചെന്നാല് ഇവിടെയുള്ള അകത്തിരിക്കുന്ന ആളുകൾക്കറിയാം ശബരിമലയിലെ കുട്ടിയാണെന്ന്. പുറത്തുള്ള വാളണ്ടിയേഴ്സിനൊക്കെ അവർ പറഞ്ഞെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഈ ഡോഗിനെ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് കാണുന്നത്? ഇവനെന്തോ ഒരു ദിവ്യശക്തി ഉണ്ട്. ഇവനൊരു ദിവ്യശക്തി ഉണ്ട്. കാരണം മുത്തപ്പൻ കോവിലെ നായക്കുട്ടിയാണ്. ഇവനൊരു ലാവയാണ്. ഇവൻ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരേണ്ടതാണ് ശബരിമലയിൽ. അവിടെ ചെല്ലുമ്പോൾ വന്യമൃഗങ്ങളാണ് ഞങ്ങളെ സ്വീകരിക്കുക. അവ കൂട്ടിക്കൊണ്ട് വനത്തിലേക്ക് പോകും. നിലവിൽ ഇവന്റെ രോഗാവസ്ഥക്ക് കാരണം എന്താ? ഈ പഴുപ്പും കാര്യങ്ങളും വരാൻ കാരണം എന്താ? മുറിവ് വരാൻ കാരണം എന്താ? മുറിവ് വരാൻ കാരണം അതൊരു എച്ചിൽ വരുത്തി വെച്ചതാണ്. കാരണം അത് ആഭിചാര 22 ദിവസമായിട്ടില്ല ഈ ചൂടത്തൂടെ നടത്തുകൊണ്ടില്ല. അതും ഉണ്ട്. മന്ത്രോച്ചാരണം അത് ഇവൻ വെയിലത്തുനിന്നൊക്കെ ഓടി കളിച്ച് നടത്തുന്നത് കൊണ്ട് അതൊന്നും ഇവനെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഇവന് എൻ്റെ നാട്ടിൽ നിന്ന് കൊട്ടേഷൻ വഴി എല്ലായിടത്തും കൊട്ടേഷൻകാരാണ്. ഇവിടെയുള്ളവർ കൊട്ടേഷൻകാരെല്ലാ സ്ഥലങ്ങളിലുണ്ട് അവരുടെ ആളുകൾ. അത്രയ്ക്ക് ഈ ഒരു നിലപാടെന്ന് പറയും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ആനിമൽ വെൽഫെയർ ആവാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഇവനെ എടുത്തു കൊണ്ടാകാനോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ഇപ്പോൾ നമ്മൾ തയ്യാറാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നിർത്താണ്ട് ഇത്രയും വലിയ ട്രീറ്റ്മെൻറ്റ് മാറില്ല. അപ്പോൾ ഒരാഴ്ചയെങ്കിലും അവിടെ നിർത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആരോഗ്യത്തോടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അതൊരു വിഷമമായി തോന്നാൻ കാരണം എന്താ? വിഷമമായിട്ട് ഇവരെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇവൻ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചതും എനിക്ക് സ്നേഹിക്കാനും ഇവൻ മാത്രമേ ഉള്ളൂ. അല്ല, ഏതായാലും ഇപ്പോൾ ഗുരുവായൂർ ഇപ്പോൾ ഇവിടെ തന്നെ തങ്ങിയിരിക്കുന്നില്ല. ഇവിടുന്ന് പോകുന്ന ഇവർക്ക് നിങ്ങൾക്ക് കണ്ട് പന്തളത്തേക്ക് പോകാൻ അറേഞ്ച്മെന്റ്സ് ആവുന്നതിൻ്റെ ഉള്ളിൽ ഇവനെ ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് ആരോഗ്യത്തോടെ എടുത്തൂടെ? അതിന് ഞാൻ ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തോളാം. എന്നെ ഏൽപ്പിച്ചാൽ മതി. ഇവൻ എവിടെ കൊണ്ടുപോയി നിർത്തുന്നുവോ അവിടെ എന്നെയും കൊണ്ടുപോയി നിർത്തണം. അത് ഞങ്ങൾ ആനിമൽ വെൽഫെയറുമായി ബന്ധപ്പെടുന്നതല്ലേ. ഒരാളെ ബന്ധപ്പെടുന്ന സമയത്ത് നിയമപരമായിട്ട് കുറേ തടസ്സങ്ങളില്ലേ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ സഹകരിക്കാൻ പറ്റും? കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസം. ഒരു ആൺകുട്ടിയായിട്ട് എന്നെ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈശ്വര, ഗുരുവായൂരപ്പൻ തന്നെ രക്ഷിക്കണം. ശരി.